ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് പോണത് ഏർവാടിക്ക് പോവാണ്. ഏർവാടി കഴിഞ്ഞ് കന്യാകുമാരി അതിങ്ങനെയുള്ള ചെറിയ ട്രിപ്പാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന്റെ സ്റ്റാർട്ടിംഗ് ആണ് നമ്മളിപ്പോ ഏകദേശം വീട്ടിൽ നിന്ന് ഇറങ്ങി 2 മണിക്കൂർ കഴിഞ്ഞ് നമ്മളിപ്പോ പെരിന്തൽമണ്ണ എത്തിയിട്ടുണ്ട്. 9 മണി ആയിട്ടുണ്ട് ഇപ്പോൾ സമയം. നമ്മൾ പെരിന്തൽമണ്ണ ഹൈവേയിലൂടെ ഇങ്ങനെ പോവാണ്. നമ്മൾ മണ്ണാർക്കാട് പാലക്കാട് ടച്ച് ചെയ്ത് പാലക്കാട് പൊള്ളാച്ചി വഴിയാണ് നമ്മൾ പോവാം. അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിക്ക് ചെറിയ മൂക്ക് നല്ല വിശക്കുണ്ട് എന്ന് പറഞ്ഞ് പപ്പ ചായ കുടിക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ അടുത്ത് കണ്ടൊരു തട്ടുകടയിൽ നിർത്തി. നോക്കണേരം അവിടെ ഫ്രൈഡ് ചിക്കൻ മാത്രമേ ഉള്ളൂ, ഫ്രൈഡ് ചിക്കനും പിന്നെ ഫ്രഞ്ച് ഫ്രൈസും മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ നിർത്തി ഫ്രഞ്ച് ഫ്രൈ ചിക്കന് ഓർഡർ ചെയ്തു. അപ്പുറത്തെ ഒരു കടയിൽ പോയി ഞങ്ങൾ ചായ വാങ്ങിക്കൊണ്ടുവന്ന് അവർക്ക് ഹോർലിക്സും വാങ്ങി. അങ്ങനെ അവിടെ നിന്നൊക്കെ മുന്നോട്ട് പോയി കുറച്ച് പാലക്കാട് എന്നോട് അടുപ്പിച്ചെത്തിയപ്പോൾ ഞങ്ങൾ ചെറിയൊരു ഊഞ്ഞാലൊക്കെ കണ്ട്. ഒരു പുറത്ത് നോർത്ത് ഇന്ത്യൻ സെറ്റാന്ന് തോന്നുന്നു, കുറച്ച് വണ്ടികളും കാര്യങ്ങളൊക്കെ ആയിട്ട്. അങ്ങനെ അത് ജസ്റ്റ് ഒന്ന് നോക്കാമെന്ന് വെച്ചാൽ ഞങ്ങളങ്ങനെ ഇറങ്ങി. പക്ഷേ ഭയങ്കര വില കേട്ടോ അവരടുത്ത്. നല്ല വിലയായതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ഞങ്ങൾ വാങ്ങാൻ നിന്നിട്ടൊന്നുമില്ല. ഞങ്ങൾ കൊണ്ടുപോയി കയറി ഞങ്ങൾ അടുത്ത സ്റ്റേഷനിലേക്ക് പോയി. അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഏകദേശം പൊള്ളാച്ചിയോട് അടുത്തെത്തിയ ടൈമിൽ ഞങ്ങൾക്ക് വിശക്കാൻ തുടങ്ങിയത്. ഞങ്ങൾ പ്രത്യേകിച്ച് ഫുഡൊന്നും കഴിക്കാത്തതുകൊണ്ട് തന്നെ വിശപ്പുണ്ടായിരുന്നു അത്യാവശ്യം. ഞങ്ങൾ വാൽപ്പാറ പോകുന്ന ടൈമിൽ നിന്ന് ഇവിടെ തന്നെ ഭക്ഷണം കഴിച്ചിരുന്നത്. ഒരു അത്യാവശ്യം നല്ലൊരു തട്ടുകടാണ്. ചിക്കൻ ഫ്രൈയും അതുപോലെ നെയ്ച്ചോറും പൊറോട്ടയും ബീഫും ദോശ ഉണ്ടോ ഞങ്ങൾ അധികം ഇവിടുന്ന് കഴിക്കാറുള്ളത്. ദോശയും ഒരു ഹാഫ് ബീഫ് ചിക്കന് 65 ഞങ്ങൾ വാങ്ങി. അങ്ങനെ അതൊക്കെ കഴിച്ചു. അവിടെ ഞങ്ങളിങ്ങനെ മുന്നോട്ട് പോയി. ഇത് ഡയറക്റ്റ് കോയമ്പത്തൂർ കേട്ടോ. ഇവിടുന്ന് സ്ട്രൈറ്റ് പോകുകയാണെങ്കിൽ കോയമ്പത്തൂർ റോഡാണിത്, കോയമ്പത്തൂർ ഹൈവേ ആണിത്. ഇവിടുന്ന് നമ്മൾ ഈ പാലത്തിൻ്റെ അടിയിൽ കൂടി നമുക്ക് പൊള്ളാച്ചി റൂട്ടിലാണ് നമുക്ക് പോകാനുള്ളത്. പൊള്ളാച്ചി റൂട്ടിൽ നിന്ന് കട്ട് ചെയ്ത് ഇവിടെ നമ്മൾ കട്ട് ചെയ്ത് പൊള്ളാച്ചി ഇവിടെ ഈ ഏരിയ നമ്മൾ ഇങ്ങോട്ട് കട്ട് ചെയ്ത് വലത്തോട്ട് കട്ട് ചെയ്ത് നമ്മൾ പൊള്ളാച്ചി റൂട്ടിന് കയറിയിട്ട് നമ്മളങ്ങ് പോകും. സ്ട്രൈറ്റ് പോയാൽ കോയമ്പത്തൂർ റോഡാണ്. കോയമ്പത്തൂർക്ക് എത്ര 40 എന്തോരം കിലോമീറ്ററാണ് കാണിച്ചത്. ഇതിൻ്റെ അടിയിൽ കൂടി പോയാൽ നമുക്ക് പൊള്ളാച്ചി റോഡ് കിട്ടും. പൊള്ളാച്ചി പളനി ആ റൂട്ടാണ് നമ്മൾ പോണത്. സ്ട്രൈറ്റ് നല്ല ഹൈവേ ആട്ടോ. തമിഴ്നാട് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ റോഡിൻ്റെ കാര്യത്തിൽ നമുക്ക് ടെൻഷൻ വേണ്ട ആവശ്യമില്ല. അത്യാവശ്യം നല്ല മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും വണ്ടിക്ക്. നമ്മൾ പോണത് നമ്മളെ നിസാൻ മാഗ്നറ്റിലാണ്. നമ്മൾ പിന്നെ അധികം എത്ര ദൂരമുള്ള യാത്ര ആയാലും മാക്സിമം വണ്ടിയിൽ തന്നെ പോകാനാണ് ശ്രമിക്കാറുള്ളത്. കുട്ടികളുടെ ലഗേജും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ഒന്ന് കെട്ടിവലിച്ച് കൊണ്ടെടുക്കാനായതുകൊണ്ട് ട്രെയിനും ബസ്സും നമ്മൾ പൊതുവെ യൂസ് ചെയ്യാറില്ല. കാറിൽ തന്നെ പോകാനാണ് നമുക്ക് കൂടുതൽ ഇഷ്ടവും. അതിനാണ് എപ്പോഴും സ്വീകരിക്കാറുള്ള മാർഗവും. വണ്ടി പോകാൻ വേണ്ടിയാണ് അധികം ട്രിപ്പ് ഇടാലും. അങ്ങനെ ഞങ്ങൾ പൊള്ളാച്ചി ഹൈവേയിലൂടെ അങ്ങനെ പോവുകയാണ്. കേരളത്തിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു 1500 രൂപേൻ്റെ പെട്രോൾ അടിച്ചുള്ളൂ. എന്താ വെച്ചാൽ തമിഴ്നാട് നമുക്ക് കുറവുണ്ടാവും നമുക്ക് അറിയാം. അതുകൊണ്ട് തന്നെ നാട്ടിൽ നമുക്ക് 106 രൂപയാണ്, ഇവിടെ 101 രൂപയുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് ഫുൾ ടാങ്ക് അടിക്കുകയാണ്. ഏകദേശം 3000 രൂപേൻ്റെ അടുത്തായിട്ട് 3020 രൂപ നമ്മൾ ഫുൾ ടാങ്ക് ആയത്. ഞാൻ നാട്ടിൽ നിന്ന് 1500 രൂപയ്ക്ക് അടിച്ചിരുന്നു. ഏകദേശം ഇവിടെ എത്താനുള്ളൊരു വണ്ടിക്ക് വേണ്ടി കുട്ടികൾക്ക് ബെഡൊക്കെ സെറ്റ് ചെയ്തു. കുട്ടികളൊക്കെ അതിൽ കിടക്കുകയാണ്. അപ്പോൾ കുട്ടികൾക്ക് ബെഡ് ഉണ്ടായതുകൊണ്ട് തന്നെ അവർക്ക് റെസ്റ്റ് ചെയ്ത് പോകാനുള്ള സൗകര്യം ഉണ്ടല്ലോ. അപ്പോൾ നമ്മളെ വണ്ടി ഫുൾ ടാങ്ക് അടിച്ച് നമ്മൾ ഇവിടുന്ന് വീണ്ടും ഹൈവേ കയറി. അല്ലേ റോഡൊക്കെ കാലി കേട്ടോ. തമിഴ്നാട് എത്തിയ പിന്നെ എത്ര വണ്ടികളൊന്നും ഉണ്ടാവില്ല റോഡ് മേൽ. ഹൈവേ ആണെങ്കിൽ കൂടിയിട്ട് വണ്ടികളൊക്കെ വളരെ കുറവായിരിക്കും. നമുക്ക് നല്ല സൗകര്യത്തിൽ വണ്ടി ഓടിച്ച് പോകാൻ കഴിയും. 100ൻ്റെ മേലോട്ടേ ഉള്ളൂ. 100ൻ്റെ മുകളിലോട്ടാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള സ്പീഡ്. 100ൻ്റെ മേലായിട്ട് നമുക്ക്
പോവാം. 100 മാക്സിമം. എന്നാലും 100, 125, 135 നമുക്ക് സുഖമായിട്ട് വണ്ടി ഓടിക്കാൻ കഴിയും. വണ്ടി കൺട്രോളിലേക്ക് എത്രയും സ്പീഡൊക്കെ ഉണ്ടാവാം. അപ്പോൾ നമ്മൾ ഹൈവേയിൽ തന്നെ ജസ്റ്റ് ഒരു ചായ കുടിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നിർത്തിയതാണ്. കട്ടനടിക്കാൻ വിചാരിച്ചാൽ പിന്നെ നമ്മൾ ചായൻ്റെ നല്ല കോഫിയാക്കി ജസ്റ്റ് ഒരു കോഫിയും കുട്ടിയെ കുറച്ച് ബിസ്ക്കറ്റൊക്കെ വാങ്ങി ചെറിയൊരു ഹോട്ടലും ചെറിയൊരു ബേക്കറി തന്നെ ഉള്ളൂ. ബേക്കറി സെറ്റപ്പ് ഉള്ളൂ കേട്ടോ. പിന്നെ ബാത്റൂം യൂസിങ്ങിനൊക്കെ പറ്റിയ സ്ഥലമാണ്. അങ്ങനെ അവിടുന്ന് തിരിച്ച് നമ്മളത് ടോൾ പ്ലാസയിലെത്തി. ടോൾ പ്ലാസയാണ്. പിന്നെ ഫാസ്റ്റാഗ് ഉണ്ടായതിനോട് പിന്നെ നമ്മളറിയില്ല ഇവിടുന്ന് എത്ര കട്ടായി പോകണമെന്ന് നമ്മളറിയില്ല. ഫാസ്റ്റാഗ് ഡയറക്റ്റ് കട്ടാകണമല്ലോ. ഏർവാടി എത്താനായപ്പോൾ ഏകദേശം ഒരു 40-40 കിലോമീറ്ററും കൂടിയല്ല. പക്ഷെ നല്ല മഴയായിരുന്നു കേട്ടോ. നല്ല മഴ വെച്ചാൽ നല്ല മഴയാണ്. പുലർച്ചെ ടൈമാണ്. 4-4:30 മണിയോട് അടുപ്പിച്ചുള്ള ടൈമാണ്. നല്ല മഴ വെച്ചാൽ നല്ല മഴയാണ്. പക്ഷെ ഞങ്ങൾ ഏർവാടി പള്ളി മസ്ജിദിൻ്റെ മുനാരമാകാം കേട്ടോ കാണുന്നത്. ഞങ്ങൾ ഏകദേശം ഒരു 5-5:30 മണിയായപ്പോൾ ഞങ്ങളിതാ മക്കാമിനോടടുപ്പിച്ച് പിന്നെ ഏർവാടി മക്കാമിൻ്റെ മുന്നിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് സുബഹി നിസ്കരിച്ചിട്ട് നമുക്ക് റൂമെടുത്ത് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ റൂമിൽ നിന്ന് വന്നതിന് ശേഷം രാവിലെയാണ് നമ്മൾ നോക്കുന്നത്. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് വണ്ടി ഇവിടെ പാർക്ക് ചെയ്ത് ഞാനും വൈഫും പോയി നിസ്കരിച്ചിട്ട് വന്നു. അതിനുശേഷം ഞങ്ങൾ അവിടെ റൂമെടുത്തു. പള്ളിയിൽ പോയി വന്ന് ഞങ്ങൾ അവിടെ അടുത്ത് തന്നെ റൂമെടുത്തു. 700 രൂപ കേട്ടോ. ഞങ്ങൾ ആൾക്കാരുടെ എണ്ണം അനുസരിച്ചാണ് റൂമിന് വില പറയുന്നത്. അപ്പോൾ ഞങ്ങൾ 5 ആളുള്ളതിനോട് ഒരു 700 രൂപ പറഞ്ഞു. ഞങ്ങൾ ആദ്യം 4 ആളെന്ന് പറഞ്ഞപ്പോൾ അപ്പുറത്ത് ഒരാൾ 600 പറഞ്ഞു. പിന്നെ ചെറിയ മോളെ ഞാൻ കണക്കൂട്ടിയില്ലേ, ചെറിയ മോളല്ലേ വെച്ചു. അപ്പോൾ അതിൽ പിന്നെ 700 ആണ് പറഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോന്നു. പിന്നെ ഞങ്ങൾ അവിടുന്ന് ഫ്രഷായി ഞങ്ങൾ വീണ്ടും ഒരു 10-10:30 മണിയായപ്പോൾ ഞങ്ങൾ വീണ്ടും മക്കാമിലേക്ക് വന്നു. മക്കാമിൻ്റെ സന്ദർശനത്തിന് വേണ്ടിയിട്ട്. ഏർവാടി മക്കാമിൻ്റെ ഉൾഭാഗമാണ്. ഇവിടെ കുറേ മാനസിക രോഗികളെയൊക്കെ അങ്ങനെ കൊണ്ടുപോയി ചങ്ങലൊക്കെ ഇടുന്ന സ്ഥലമാണ് കേട്ടോ. അങ്ങനെ കുട്ടികൾക്ക് വിശക്കണമെന്ന് പറഞ്ഞാൽ അങ്ങനെ കുട്ടികൾക്ക് ബജിയും 6 രൂപയുള്ളൂ കേട്ടോ. എണ്ണക്കടികൾക്കൊക്കെ ചായക്ക് 10 രൂപ. അങ്ങനെ അതൊക്കെ കഴിച്ചു. ഞങ്ങൾ വീണ്ടും മക്കാമിലേക്ക് കയറി. മക്കാമിൽ സന്ദർശിച്ചു, ദുആ ചെയ്തു. അവിടെ ഞങ്ങൾ അതിനോട് തൊട്ടടുത്തുള്ള ഒരു കാട്ടിൽ പള്ളി മക്കാമിലേക്ക് ഞങ്ങൾ നടന്നു പോയിരുന്നു. അത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. പിന്നെ മറ്റൊരു മക്കാമുണ്ട്. മക്കാം എന്ന് പറഞ്ഞാൽ കുറേ മഹാന്മാരുടെ ഖബർസ്ഥാനിയുള്ള ഒരു മക്കാമാണ്. ഒരു ബീച്ച് കടൽ തീരത്തിനോടടുത്തുള്ളൊരു മക്കാമാണ്. വലിനോക്കം എന്ന് പറയും. വാലിനോക്കം ഒരു നല്ല അങ്ങോട്ടുള്ള റോഡ് തന്നെ ഒരു അത്യാവശ്യം നല്ല റോഡാട്ടോ. എന്താ പറയുക, പ്രത്യേക ഒരു പച്ചപ്പ് നിറഞ്ഞൊരു നല്ലൊരു, പക്ഷേ വെയിലുണ്ട്, സൂര്യൻ്റെ ചൂട് അത്യാവശ്യം ഉണ്ട് കേട്ടോ. പക്ഷെ നല്ല ഏരിയ ആണ്. അങ്ങോട്ട് പോകാനുള്ള റോഡും കാര്യങ്ങളും 2 സൈഡിൽ കാണുന്ന നല്ലൊരു പച്ചപ്പ് കൂടിയ നല്ലൊരു പ്രദേശം. ഇതൊരു പിന്നെ കടൽ തീരത്തിനോടനുബന്ധിച്ച് അടുത്തുള്ളൊരു മക്കാമാണ്. ഒരു പള്ളിയും അതോട് വലിയ തിരക്കൊന്നുമില്ല. കുറേ മഹാന്മാരെ ഖബറുകളുണ്ട്. അതിന് ബേക്കിലായിട്ട് നല്ലൊരു ബീച്ച് തന്നെ ഉണ്ട്. അത്യാവശ്യം നല്ലൊരു ബീച്ചുണ്ട്. അപ്പോൾ കാണാം. ഇതിൽ അങ്ങോട്ടേക്കാണ് ഇപ്പോൾ നമ്മളെ യാത്ര. ഇത് ഉപ്പുപാടാട്ടോ. ഈ സൈഡ് വലതു ഭാഗത്ത് കാണുന്നത് ഉപ്പുപാടാണ്. കടലിൽ നിന്ന് വെള്ളം അടിച്ച് കയറ്റിയിട്ടിട്ട് ഇതാക്കി ഉപ്പാക്കി എടുക്കുന്ന ഒരു ഫാക്ടറി, അതിൻ്റെ ഇതുമാണ് അവിടെ കാണുന്നത്. കാഴ്ചയൊക്കെ വളരെ മനോഹരമാണ് കേട്ടോ. 2 സൈഡിലുള്ള കാഴ്ച, നമ്മൾ യാത്രയിലുള്ള കാഴ്ചകളൊക്കെ വളരെ മനോഹരമാണ്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇങ്ങോട്ടൊക്കെ ഒന്ന് വരണം നമ്മൾ. ഇങ്ങനെ നമ്മളെ സ്വന്തം വണ്ടി എടുത്ത് വരുമ്പോൾ നമ്മൾ കൂടുതൽ കാഴ്ചകൾ കാണാനുള്ള സൗകര്യം ഉണ്ടാവും. മറ്റ് ട്രെയിനിലൊക്കെ വരുന്ന ടാക്സിയൊക്കെ വിളിച്ച് വരുമ്പോൾ കാട്ടിയും നല്ലത്
നമുക്ക് സ്വന്തം വണ്ടിയൊക്കെ ഉണ്ടെങ്കിൽ ഡ്രൈവ് ചെയ്ത് വരാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ സ്വന്തം വണ്ടിയിൽ വരാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് കൂടുതൽ എവിടെ പോവുകയാണെങ്കിലും കൂടുതൽ കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ നമ്മൾ വലിനോക്കം എന്ന സ്ഥലത്തെത്തി. അവിടുത്തെ മക്കാമിലെ ഫ്രണ്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. മക്കാമിനുള്ളിൽ ഒരുപാട് മഹാന്മാരുടെ ഖബറുകളുണ്ട്. മഹാന്മാർ പേരുകളൊന്നും ഓർമ്മയില്ല. ഏതായാലും ദുആക്ക് നല്ല ഉത്തരമുള്ള സ്ഥലങ്ങളാണ് ഏർവാടിയിലെ മക്കാമുകൾ എന്ന് കേട്ടിട്ടുണ്ട്. ഇവിടെയൊക്കെ ഉറൂസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ളതെന്ന് തോന്നുന്നു. അവിടെ നിന്ന് നമ്മൾ അതിൻ്റെ ബേക്കിലൂടെ കുറച്ചങ്ങോട്ട് നടന്ന് ഈ മണൽത്തരികളിലൂടെ നടന്ന് നീങ്ങി നമുക്ക് ആ ബീച്ചിലേക്ക് എത്താം. കടലിൻ്റെ നല്ലൊരു നീല കളറുള്ള വെള്ളമാട്ടോ അവിടെ. അടിപൊളി സ്ഥലം. കുറച്ച് നേരം നമുക്ക് ഇവിടെ സ്പെൻഡ് ചെയ്ത ശേഷം നല്ല ചൂടുണ്ട് ഇവിടെയൊക്കെ ഈ ഏരിയയിലൊക്കെ. നമ്മളിവിടെ എത്തിയ ഏകദേശം 2 മണി ടൈമോടുകൂടിയാണ് ഇവിടെ എത്തിയത്. അതുകൊണ്ട് തന്നെ നല്ല ചൂടാണ്. ഉച്ചൻ്റെ ചൂട് നല്ലോണം അറിയാണ്ട്. എന്നാലും കുഴപ്പമില്ല. കടൽ തീരത്തായതുകൊണ്ട് തന്നെ അതിൻ്റേതായൊരിത് അവിടെ ഉണ്ട്. ഉണ്ടല്ലേ, ബോട്ടുകളൊക്കെ നിർത്തിയിട്ടുണ്ട്. തുറമുഖറ്റ ഉണ്ട് എന്നുണ്ട് അവിടെ. ജസ്റ്റ് ബോട്ടിങ്. കുട്ടികൾക്കൊക്കെ കടൽ കണ്ടപ്പം തന്നെ നല്ല ഉഷാറായി. എല്ലാവരും അങ്ങോട്ട് വാഞ്ഞ് കടൽ തീരത്തൊക്കെ ഓടിയെടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു അപാര സ്ഥലം തന്നെ കേട്ടോ. ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ സ്ഥലം എന്നറിയില്ലേ, അതിന് പറ്റിയ സ്ഥലം. നല്ല അടിപൊളി കടൽ തീരം. ഏർവാടി വരുന്നവർ മസ്റ്റായിട്ട് ഇവിടെ വിസിറ്റ് ചെയ്യണം. വാലിനോക്കം എന്ന് പറഞ്ഞ മക്കാമിലേക്ക് കേട്ടോ, മറന്നു പോകരുത്. വാലിനോക്കം. ചെറിയ മൂക്കും വെള്ളത്തിൽ ഇറങ്ങണമെന്ന് പറഞ്ഞ കുറച്ച് ഭാഷയൊക്കെ പിടിച്ചു അവള്. പക്ഷെ അവളങ്ങനെ കരക്ക് നിൽക്കുന്നുണ്ട്. വെള്ളത്തിന് പേടിയാണാനും എന്നാലും വെള്ളത്തിൽ ഇറങ്ങിയും വേണം അവൾക്ക്. അങ്ങനെ നമ്മൾ കുറച്ചവിടെ തന്നെ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്ത് ഞങ്ങൾ അവിടുന്ന് കയറി. ഞങ്ങൾക്ക് ധനുഷ്കോടി എത്തേണ്ടതുണ്ട്. പാമ്പൻ പാലം, ധനുഷ്കോടി. അങ്ങോട്ടേക്കാണ് നമ്മൾ വൈകിട്ട് എത്താമെന്നുള്ള പ്ലാനിലാണ് നമ്മൾ ഇവിടുന്ന് ഇറങ്ങുന്നത്. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ഏകദേശം യാത്ര പറഞ്ഞ് ധനുഷ്കോടി ലക്ഷ്യമാക്കി, ഗൂഗിൾ മാപ്പിൽ ധനുഷ്കോടി ലക്ഷ്യമാക്കി ഞങ്ങൾ മുന്നോട്ട് പോയി. അങ്ങോട്ടുള്ള റോഡ് രക്ഷയില്ലാത്ത റോഡാണ്. അപാര വ്യൂ എന്ന് പറഞ്ഞാൽ അപാര വ്യൂ ആണ് അങ്ങോട്ടുള്ള വ്യൂ. നല്ല റോഡും അതുപോലെ തന്നെ കാലിയായ റോഡും, വാഹനങ്ങളൊന്നും അധികം ഇല്ലാത്ത നല്ല നമുക്ക് നല്ല എന്താ പറയുക, പെട്ടെന്ന് പോയി വരാൻ പറ്റുന്ന നല്ല സ്ഥലങ്ങളാണ്. നല്ല റോഡായതുകൊണ്ട് തന്നെയും റോഡിൽ കൂടുതൽ വാഹനങ്ങളില്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ റഷ് അനുഭവപ്പെടില്ല. പെട്ടെന്ന് പോയി വരാമെന്നുള്ളൊരു സൗകര്യം ഉണ്ടാവും. അങ്ങനെ നമ്മളോട് കണ്ടില്ലേ, നല്ല അടിപൊളി സ്ഥലം എന്ന് പറഞ്ഞാൽ അടിപൊളി സ്ഥലം. ഇനി അങ്ങോട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഇതിലും ഭംഗിയാണ്. അമ്പൽപ്പാടങ്ങളും താമരക്കുളങ്ങളും ഒക്കെ ആയിട്ടുള്ളൊരു സ്ഥലങ്ങളാണ് ഇത്. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് വണ്ടി സൈഡാക്കി നിർത്തി ഞാനൊരു 5 മിനിറ്റ് ഒന്ന് മയങ്ങിയിരുന്നു. അതിനോട് തൊട്ടടുത്തുള്ള സ്ഥലമാണ്. സ്ഥലങ്ങളൊക്കെ കണ്ടില്ല നിങ്ങൾ. നല്ല അടിപൊളി വെച്ചാൽ അടിപൊളി വ്യൂ ആണ്. ഇവിടെ നിന്നൊക്കെ ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയെന്ന് പറഞ്ഞാൽ വീഡിയോസ് റീൽസുകളൊക്കെ എടുക്കാനൊക്കെ പറ്റിയ സ്ഥലമാണ്. അപാര വ്യൂ ഉള്ള സ്ഥലം. ഒരിക്കലെങ്കിലും വൈകിലൊക്കെ ഒന്ന് വരണം.
നമ്മൾ ഏകദേശം പാമ്പൻ പാലത്തിൻ്റെ അടുത്ത് എത്തിക്കൊണ്ടിരിക്കുക കേട്ടോ. പാമ്പൻ പാലം നമുക്ക് ഇടത് ഭാഗത്ത് കാണാം. റെയിൽവേ പാളങ്ങൾ. നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കടലിൻ്റെ മുകളിലൂടെയാണ്. ഏകദേശം 2-3 കിലോമീറ്ററിൻ്റെ അടുത്തുണ്ടാവുന്നില്ലേ പാലം, ഈ പാലം തോന്നുന്നു. പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് പോവുകയാണെങ്കിൽ പാമ്പൻ പാലത്തിലൂടെ ട്രെയിൻ മാർഗം പോകണം, നല്ല കൂടുതൽ കാഴ്ചകൾ കാണാൻ ഒന്നുകൂടി സൗകര്യമാണ്. ഇന്ന് ട്രെയിൻ മെല്ലെ പോകുന്നുണ്ട്. അല്ലേ നമ്മൾ എടുത്ത ഭാഗത്തുകൂടി കാണുന്നതാണ് പാമ്പൻ പാലം വരുന്നത്. അങ്ങനെ ഈ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ ധനുഷ്കോടിക്ക് പോകാൻ വേണ്ടി പോയി. പക്ഷേ ധനുഷ്കോടി ഞങ്ങളെ തിരിച്ചു വിട്ടു. അവിടെ 5 മണി വരെ എൻട്രൻസ് ഉള്ളൂ. 5 മണി മുതൽ രാവിലെ 6 മണി മുതൽ രാത്രി 5 മണി, വൈകിട്ട് 5 മണി വരെ എൻട്രൻസ് ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് തിരിച്ചു പോരേണ്ടി വന്നു. ധനുഷ്കോടിയിലേക്ക് ഞങ്ങൾക്ക് കയറാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോന്നു. ഞങ്ങൾ ഇപ്പോൾ തിരിച്ച് പിന്നെയും പാമ്പൻ പാലത്തിൽ തന്നെ ഞങ്ങൾ എത്തിയത്. ഇനി നമുക്ക് തിരിച്ച് കന്യാകുമാരിക്കാണ് നമ്മൾ പോകാനുള്ളത്. അതുകൊണ്ട് ഇവിടുന്ന് രാമനാഥപുരം റൂട്ടിൽ തന്നെ നമുക്ക് തിരിച്ച് പോകണം. രാവിലെ ആകുമ്പോൾ ഏകദേശം കന്യാകുമാരി എത്തണം. രാവിലെ ആകുമ്പോഴല്ല, നമുക്ക് ഏകദേശം 2-2:30 ആകുമ്പോൾ നമ്മൾ കന്യാകുമാരി എത്തും. ആ രീതിയിലാണ് ഗൂഗിൾ മാപ്പിൽ അടിച്ചപ്പോൾ നമുക്ക് കാണുന്നത്. അപ്പോൾ ഏതായാലും നമുക്ക് ഇവിടെ പറഞ്ഞ് നമുക്ക് കന്യാകുമാരിയിലേക്ക് പോകാനുള്ളതാണ്. അടുത്ത ഡെസ്റ്റിനേഷൻ നമ്മളത് കന്യാകുമാരിയാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് കന്യാകുമാരി വെച്ച് കാണാം.